മധ്യകേരളത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രധാന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകാൻ സുധീഷ് ഗോപാൽ തയ്യാറായി നിൽക്കുകയാണ്. സുധീഷ്, ഗുഡ് മോർണിംഗ്. ഇവിടെ കൊച്ചിയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന്, ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കണോ എന്നതിൽ ഹൈക്കോടതിയിൽ ഇന്നും വാദം തുടരും എന്ന് തന്നെയാണ്. സർക്കാരിൻ്റെയും ടി പിയുടെ ഭാര്യ കെ രമയുടെയും അപ്പീലുകളാണ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു ശ്രദ്ധേയമായ വാർത്ത, ഈ ശബരിമല മാളികപ്പുറം മേൽശാന്തി നിയമനത്തിനായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുറപ്പെടുവിച്ച വിജ്ഞാപനം ചോദ്യം ചെയ്തുള്ള ഹർജികളിലും ഹൈക്കോടതി ഇന്ന് വിധി പറയും എന്നത് തന്നെയാണ്. ഈ രണ്ട് വാർത്തകളുടെയും വിശദാംശങ്ങളിലേക്ക് സുധീഷ്. കെ പി സുരേഷ്, ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ ഈ പ്രതികൾക്കുള്ള ശിക്ഷ അത് വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ടി പിയുടെ ഭാര്യ കെ രമയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും നൽകിയ അപ്പീലിൻ്റെ ആ അപ്പീലിനനുസരിച്ചുള്ള വാദം നടക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ആ വാദത്തിൽ ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിൽ ശിക്ഷകളിൽ ഇളവ് നൽകുന്നതിന് വേണ്ടി, ഇല്ലെങ്കിൽ പരമാവധി ശിക്ഷ നൽകുന്നതിനെ ഒഴിവാക്കുന്നതിന് എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പലരും പല വിധത്തിലുള്ള കാര്യങ്ങൾ, ചിലർ ഈ കേസുമായി ബന്ധമില്ലെന്നും പെട്ടുപോയതാണെന്നുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു. മറ്റു ചില സത്പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി കേസിലെ ശിക്ഷയിൽ കുറവ് വരുത്തണം. ചിലർക്ക് കുട്ടികളുണ്ട്, അമ്മയുണ്ട്, ഇങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കെ രമയുടെ പ്രതികരണവും ശ്രദ്ധേയമായിരുന്നു. കാരണം ടി പി ചന്ദ്രശേഖരൻ്റെ അമ്മ ഹൃദയം പൊട്ടിയാണ് മരിച്ചത്. ഈ പറഞ്ഞ പ്രശ്നങ്ങളും വിഷമങ്ങളും എല്ലാം തന്നെ ടി പി ചന്ദ്രശേഖരനും ഉണ്ടായിരുന്നതായിരുന്നു. അതൊന്നും പരിഗണിക്കാതെയാണ് ഇത്തരത്തിലൊരു കൊലപാതകം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ പ്രതികൾക്ക് ശിക്ഷ ഇളവ് ചെയ്യേണ്ടതോ ഇല്ലെങ്കിൽ പരമാവധി ശിക്ഷ നൽകുന്നതിൽ മറ്റൊന്ന് ചിന്തിക്കേണ്ടതുമായ കാര്യമില്ല എന്നതായിരുന്നു പറഞ്ഞത്. ഇതുതന്നെയാണ് ഈ കേസിലെ വാദിഭാഗത്തിൻ്റെ അഭിഭാഷകനും കോടതി മുമ്പാകെ ധരിപ്പിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉള്ള ഈ 11 പ്രതികളെയും ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാക്കും. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതികളുടെ എല്ലാം തന്നെ ജയിലിലെയും അതോടൊപ്പം തന്നെ പരോളിൽ ഇറങ്ങിയപ്പോഴേയും മറ്റുമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്ന സർട്ടിഫിക്കറ്റും സർക്കാർ അഭിഭാഷക മുഖാന്തരം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിസ്താരം ഇല്ലെങ്കിൽ അതിൻ്റെ ശിക്ഷ വിധിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കെ പി സുരേഷ്.